ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ആണ് വന്നത്. കോഡി റോഡ്സ് വന്നതിന് ശേഷം എലിമിനേഷൻ ചേംബർ മാച്ചിനെ പറ്റിയാണ് സംസാരിച്ചത്. അതായത് എലിമിനേഷൻ ചേംബർ ലോഗൻ പോൾ വിൻ ചെയ്യുമോ, അല്ലെങ്കിൽ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള CM Punk ആണോ വിൻ ചെയ്യാൻ പോകുന്നത്, ജോൺ സീന, ഡ്രൂ മാക്കിൻടയർ, ഇവരെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ലോഗൻ പോളിന്റെ പേരൊക്കെ പറഞ്ഞ സമയത്ത് ഫാൻസ് ഭയങ്കരമായി ബൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കോഡി റോഡ്സ് പറയുന്നുണ്ട് സോളോ സിക്കാവ കഴിഞ്ഞ ആഴ്ച അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയും. സോളോ സിക്കാവ അത് ചാമ്പ്യൻഷിപ്പ് മാച്ചിനൊന്നും ആയിരിക്കില്ല തന്നെ അറ്റാക്ക് ചെയ്തത്, കാരണം ഒരുപാട് പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് മാച്ചൊക്കെ ചെയ്തുകൊണ്ട് സോളോ സിക്കാവ തോറ്റുപോയതാണ്. അതിന് മറ്റെന്തോ ഒരു കാരണമുണ്ട്, അത് താൻ പറയാം എന്ന ടൈപ്പിലൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ഡ്രൂ മാക്കിൻടയർ വരുന്നതായിട്ടും വന്നതിന് ശേഷം ഡ്രൂ മാക്കിൻടയർ പറയുന്നുണ്ട് കോഡി റോഡ്സ് തനിക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന തന്നില്ല എന്ന ടൈപ്പിലൊക്കെ. അതായത് താൻ 3 ടൈം ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത കാര്യത്തെ പറ്റി, റസൽമേനിയ മാച്ച് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം ഡ്രൂ മാക്കിൻടയർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോഡി റോഡ്സിനെ തോൽപ്പിച്ചത്, അതായത് തിരിച്ചു വന്നതിന് ശേഷം തോൽപ്പിച്ച റെസ്ലറിൽ ഒരാളാണ് ഞാനും എന്ന ടൈപ്പിലൊക്കെ ഡ്രൂ മാക്കിൻടയർ ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഞാൻ എലിമിനേഷൻ ചേംബർ മാച്ച് വിൻ ചെയ്തുകൊണ്ട് നിന്റെ അടുത്തേക്ക് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വരും എന്നാണ്. അതുകൊണ്ട് ഞാൻ എലിമിനേഷൻ ചേംബർ വിൻ ചെയ്ത് നിന്നെ തന്നെ ചാലഞ്ച് ചെയ്ത് നിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് ഞാൻ വിൻ ചെയ്യും. അതിനുശേഷം അവിടെ ജേക്കബ് ഫൗട്ടു എല്ലാം വന്നു. ജേക്കബ് ഫൗട്ടു വന്നതിന് ശേഷം ഡ്രൂ മാക്കിൻടയറിനോട് പറയുന്നത് ഞാൻ ഇന്ന് നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മാച്ച് വിൻ ചെയ്തുകൊണ്ട് നിന്നെ എലിമിനേഷൻ ചേംബറിൽ കാണാമെന്നും ആ സമയത്ത് നിന്നെ ഞാൻ എലിമിനേറ്റ് ചെയ്യുമെന്നും പിന്നീട് കോഡി റോഡ്സുമായിട്ട് ചാമ്പ്യൻഷിപ്പ് ചെയ്യാൻ പോകുന്നത് താനാണ് എന്ന ടൈപ്പിലൊക്കെ ജേക്കബ് ഫൗട്ടിനോട് ഡ്രൂ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സെഗ്മെന്റ് മെയിനായിട്ട് മുന്നോട്ട് പോയത്. അതിനുശേഷം ഡ്രൂ മാക്കിൻടയർ അവിടെ നിന്നും പോയി. പിന്നീട് ജേക്കബ് ഫൗട്ടു കോഡി റോഡ്സ് സംസാരിക്കുന്ന സമയത്ത് സോളോ സിക്കാവ ബാക്ക് സ്റ്റേജിൽ കാറിൽ വരുന്നതായിട്ടും അതേസമയം കോഡി റോഡ്സ് സോളോ സിക്കാവയെ നേരിടാൻ പോകുമ്പോൾ ജേക്കബ് ഫൗട്ടു പറയുന്നുണ്ട് ആദ്യം ഞാൻ സംസാരിക്കാം, അതിനുശേഷം നിനക്ക് അവസരം തരാം എന്ന ടൈപ്പില്. അതായത് എനിക്കും അവനുമായിട്ടൊരു പ്രശ്നമുണ്ട്, ഈ ഒരു ലെവലിലൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയത്. പിന്നീട് കോഡി റോഡ്സും അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. പിന്നീട് ഫസ്റ്റ് മാച്ച് നടക്കുന്നതിനേക്കാൾ മുൻപായിട്ട് വെയ്ഡ് ബാരറ്റ് ട്രിഷ് സ്ട്രാറ്റസിനെ ഇന്റർവ്യൂ എടുക്കുന്നത് പോലെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അതായത് എലിമിനേഷൻ ചേംബറിനെ പറ്റിയെല്ലാം ചോദിച്ചുകൊണ്ട്. അതിനുശേഷം വുമൻസിന്റെ എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മാച്ചാണ് നടന്നത്. നയോമി വേഴ്സസ് ചെൽസി ഗ്രീൻ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ചെൽസി ഗ്രീനെ ഫിനിഷർ ചെയ്തുകൊണ്ട് നയോമിയാണ് ഈ മാച്ച് വിൻ ചെയ്ത് എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് ആഡ് ആയത്. അതിനുശേഷം മോട്ടോ സിറ്റി മിഷി ഗേൾസ് വേഴ്സസ് ലോസ് ഗാർസ, ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇത് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടു ടീമിന്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ഹുംബർട്ടോയ്ക്ക് മെഷീൻ ഗൺസ് ടീം അവരുടെ ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ മോട്ടോ സിറ്റി മെഷീൻ ഗൺസ് ആണ് വിൻ ചെയ്തത്. പിന്നീട് ജേക്കബ് ഫൗട്ടു ടോമ ടോങ്ക ബാക്ക് സ്റ്റേജിൽ സോളോ സിക്കാവനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ സോളോ സിക്കാവ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് തന്റെ സപ്പോർട്ട് ജേക്കബ് ഫൗട്ടുവിനാണ് ഉള്ളത് എന്ന ടൈപ്പില്. അതായത് എലിമിനേഷൻ ചേംബർ മാച്ചിനായാലും അല്ലെങ്കിൽ ആ മാച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടായാലും തന്റെ സപ്പോർട്ട് ജേക്കബ് ഫൗട്ടുവിനാണ് എന്ന ടൈപ്പിലൊക്കെ. പിന്നീട് യുണൈറ്റഡ് ചാമ്പ്യൻ ഷിൻസ്കെ നാക്കമോറ, മിസ് LA നൈറ്റ് ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ മിസ്സിനും US ചാമ്പ്യൻഷിപ്പ് വേണം എന്ന ടൈപ്പിലാണ് എത്തിയത്. അപ്പോൾ LA നൈറ്റും ചാമ്പ്യൻഷിപ്പിനാണ് വന്നത്, മിസ്സും ചാമ്പ്യൻഷിപ്പിനാണ് വന്നത്. പിന്നീട് നിക്കാൾഡിൻസ് അവിടെ വന്നുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് വെക്കാമെന്നും ആ മാച്ചിൽ ജയിക്കുന്നവർക്ക് ചാമ്പ്യൻഷിപ്പിന് മുൻഗണന ലഭിക്കുമെന്ന ടൈപ്പിലൊക്കെ ഒരു മാച്ച് വെച്ചു. അതിനുശേഷം മിസ് LA നൈറ്റ് ഇവരുടെ മാച്ചാണ് നടന്നത്. മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ മിസ്സിനെ BFT ചെയ്തും അതുപോലെ തന്നെ ഒരു ജമ്പിങ് എൽബോയും ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ LA നൈറ്റ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ LA നൈറ്റ് നാക്കമോറ ഇവരുടെ മാച്ച് തന്നെ വീണ്ടും കാണേണ്ടി വരും എന്നാണ്. ആൻഡ്രയുടെ മിസ്സിന് നല്ല പരിശീലനം ആവശ്യമാണ് എന്ന ടൈപ്പിലൊക്കെ അവിടെ നിന്നും പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ കർമലോ ഹൈസ് വരുമ്പോൾ മിസ് പറയുന്നത് നമ്മൾക്ക് ടാഗ് ടീം ആകാം എന്ന ടൈപ്പിലൊക്കെയാണ്. അപ്പോൾ കാർമലോ ഹൈസ് അവിടെ നിന്നും പോകുന്നതായിട്ടും. പിന്നീട് കാർമലോ ഹൈസ് R-Truth ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. മാച്ചിൽ വളരെ സിമ്പിൾ ആയിട്ട് കാർമലോ ഹൈസ് ആണ് വിൻ ചെയ്തത്. പിന്നീട് വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച്, ഈ മാച്ച് നടന്നത് വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്റ്റാറ്റൻ വേഴ്സസ് നയ ജാക്സ് ഇവർക്ക് തമ്മിലാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്.
പക്ഷെ മാച്ചിന്റെ ക്ലൈമാക്സിൽ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല. അതായത് മാച്ചിന്റെ അവസാനത്തിൽ കഷ്ടപ്പെട്ട് ടിഫനി സ്റ്റാറ്റൻ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിനിഷർ ചെയ്യാൻ പോകുന്ന സമയത്ത് കാൻഡിസ് ലോറെ ഇടപെട്ട് ടിഫനിനെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു. ശേഷം റെഫറി മാച്ചെല്ലാം സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് നയ ജാക്സൺ ടിഫനിയെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. ശേഷം ടയർ എടുത്തുകൊണ്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ട്രിഷ് സ്റ്റാറ്റസ് വന്ന് ടിഫനിനെ സേവ് ചെയ്യുന്നതായിട്ടും ശേഷം ഇവർ ട്രിഷ് സ്റ്റാറ്റസിനെയും അറ്റാക്ക് ചെയ്തു. എന്നിട്ട് അവരവിടെ നിന്ന് പോകുന്ന സമയത്ത് റോയൽ റംബിൾ വിന്നറായ ഷാർലറ്റ് ഫ്ലെയർ അവിടെ വന്നുകൊണ്ട് ഒരു ചെയറെല്ലാം ഇട്ട് ഇരുന്ന് ടിഫനി സ്റ്റാറ്റനോട് എഴുന്നേൽക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, റസൽമേനിയയിൽ ഞാൻ നിന്നെയാണ് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്, ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നിന്നെയാണ്, അതുകൊണ്ട് നമ്മൾക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ഷാർലറ്റ് ഇറങ്ങി പോകും. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ടാഗ് ടീം ചാമ്പ്യൻസായ നയോമി ആൻഡ് ബിയാങ്ക ബെലർ നിക്ക് ആൾഡേഴ്സുമായി സംസാരിക്കുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചു. അതായത് ആരാണ് ജെഡ് കാർഗിനെ അറ്റാക്ക് ചെയ്തത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വീഡിയോ പരിശോധിച്ച സമയത്ത് റക്വൽ ആൻഡ് ലിവ് മോർഗൻ ഇവരെയാണ് അതിൽ ഡൗട്ടായിട്ട് വെച്ചിട്ടുള്ളത്. അതായത് അവർ ചെയ്തതുപോലെയും പിന്നീട് ഇവർ റോ എപ്പിസോഡിലേക്ക് പോയി അവരോട് പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ അവരുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് തീരുമാനിച്ചത്. എന്നാൽ ഈ സെഗ്മെന്റ് കറക്റ്റായിട്ടും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. വീഡിയോ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നയോമിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. ഇനി നോക്കാം മെയിൻ ആയിട്ടുള്ള വീഡിയോ വരുമ്പോൾ നയോമിയാണോ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്ന്. അതേപോലെ മറ്റൊരു സെഗ്മെന്റിൽ ഡ്രൂ മാക്കൻടയർ ജിമ്മി ഉസോനെ വന്ന് ഭയങ്കരമായി കളിയാക്കുന്നുണ്ട്. അതായത് ജെയ് ഉസോക്ക് ഈറ്റുള്ളത് കൊണ്ട് റസൽമേനിയയിൽ മാച്ച് കിട്ടി, വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടി, മെയിൻ ഇവന്റ് മാച്ച് കിട്ടി, അത്തരത്തിലെല്ലാം പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം മറുപടിയായിട്ട് ജിമ്മി ഉസോ ഇതാണ് ചെയ്തത്. അതായത് ഡ്രൂ മാക്കൻടയറിന് ഒരു സൂപ്പർ കിക്ക് കൊടുത്തുകൊണ്ട് ഈറ്റ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. നെക്സ്റ്റ് വീക്ക് ഇവർക്കൊരു മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് വീക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട്. ടാഗ് ടീം ചാമ്പ്യൻസായ DIY വേഴ്സസ് പ്രീറ്റി ഡെഡ്ലി. ഇത് ഞാൻ പറയാൻ വിട്ടതാണ്. ഇവരുടെ സെഗ്മെന്റും ഉണ്ടായിരുന്നു. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മാച്ചാണ്. അതും ട്രിപ്പിൾ ത്രെഡ് മാച്ചായിട്ട് ഈ മാച്ച് നടന്നത് ജേക്കബ് ഫാട്ടു, ബ്രോൺ സ്ട്രോമൻ, ഡാമിൻ പ്രീസ്റ്റ് ഇവർക്കാണ്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. അതും മാച്ചിന്റെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയതുകൊണ്ട് തന്നെ ബ്രോൺ സ്ട്രോമനെ ജേക്കബ് ഫാട്ടു സ്റ്റെപ്പ് എല്ലാം വെച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ മാച്ചിന്റെ അവസാനത്തിൽ ഇവർ 3 പേരും ഫൈറ്റ് ചെയ്ത് അനൗൺസ് ടേബിളിന്റെ അവിടേക്ക് പോകുമ്പോൾ ബ്രോൺ സ്ട്രോമൻ ഡാമിൻ പ്രീസ്റ്റിനെ അനൗൺസ് ടേബിളിന്റെ മുകളിലേക്ക് എല്ലാം വലിച്ചെറിഞ്ഞ് ജേക്കബ് ഫാട്ടുവിന് ടേബിളിന്റെ മുകളിൽ ഒരു ചോക്ക് സ്ലാം എല്ലാം കൊടുത്തു. പക്ഷെ ടേബിൾ പൊട്ടിയില്ല. വീണ്ടും റിങ്ങിലേക്ക് കൊണ്ടുവന്ന് മാച്ച് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് സോളോ സിക്കാവ അവിടെ വന്ന് ബ്രോൺ സ്ട്രോമന് സമോൺ സ്പൈക്ക് കൊടുത്തു. ഈ ഒരു അവസരം ഉപയോഗിച്ച് ജേക്കബ് ഫാട്ടു മൂൺസോൾട്ട് അടിച്ച് മാച്ച് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് കോഡി റോഡ്സ് അവിടെ വന്നുകൊണ്ട് സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്തു. ശേഷം ജേക്കബ് ഫാട്ടു റിങ്ങിന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞു. അതായത് കോഡി റോഡ്സിനെ സമോൺ സ്പൈക്ക് ചെയ്യാൻ വേണ്ടി ടോമോ ടോങ്ക പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കോഡി അത് മാറിയതിന് ശേഷം അത് നേരെ ടോമോ ടോങ്കയ്ക്കാണ് കിട്ടിയത്. ജേക്കബ് ഫാട്ടു കണ്ട സമയത്ത് സോളോ സിക്കാവ ടോമോ ടോങ്കയെ സമോൺ സ്പൈക്ക് ചെയ്തതായിട്ടാണ് കണ്ടത്. ഇതും പറഞ്ഞ് ഇവര് തമ്മിൽ തർക്കിക്കുന്നതായിട്ടും ആ സമയം തന്നെ ഡാമിൻ പ്രീസ്റ്റ് വന്ന് ജേക്കബ് ഫാട്ടുവിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് ബാരിക്കേഡിന്റെ അപ്പുറത്തേക്ക് എല്ലാം തള്ളിയിട്ടു. പിന്നീട് കോഡി റോഡ്സ് സോളോ സിക്കാവയ്ക്ക് റിങ്ങിന് പുറത്ത് വെച്ച് ഒരു സമോൺ സ്പൈക്ക് കൊടുത്തു. ശേഷം ഡാമിൻ പ്രീസ്റ്റ് റിങ്ങിൽ കയറി ബ്രോൺ സ്ട്രോമന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റ് ആണ് വിൻ ചെയ്ത് എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് ആഡ് ആയത്. അതുപോലെ ഇതേ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ തന്നെ ജേക്കബ് ഫാട്ടു, സോളോ സിക്കാവ ഇവർക്കൊരു സ്റ്റാർട്ടിങ്, അതായത് ഇവരുടെ മാച്ചിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റസൽമേനിയയിൽ മിക്കതും ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആവാനാണ് ചാൻസ്. സ്മാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ സ്മാക്ക് ഡൗൺ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് മെയിൻ ഇവന്റ് മാച്ചൊക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല.